PSC ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചിട്ടാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആ ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം അല്ലെ, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. അപ്പോൾ അത് ഈ ഒരു മുദ്രാവാക്യം ഉയർത്തിയിട്ടുള്ളത് ജെയിംസ് ഓട്ടിസ് എന്നുള്ള വ്യക്തിയാണ്. ഇത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് ഇത് ഒരു വടക്കേ അമേരിക്കയിൽ ഒരു 13 കോളനികൾ സ്ഥാപിക്കപ്പെടുന്നുണ്ട് അല്ലെ. ആ കോളനികൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസാണ് നമ്മൾ ഈ പാരഗ്രാഫിൽ പഠിച്ചത്. അതിനുശേഷം നമ്മൾ അമേരിക്കയിലെ കുടിയേറ്റത്തെക്കുറിച്ച് അല്ലെ പഠിച്ചു. അതായത് വടക്കേ അമേരിക്കയിൽ ആദ്യമായിട്ട് നമ്മുടെ ക്രിസ്റ്റഫർ കൊളംബസ് വന്നതും, അതുപോലെ തന്നെ അവരെ തദ്ദേശീയരായിട്ടുണ്ടായിരുന്ന ആൾക്കാരെ റെഡ് ഇന്ത്യൻസ് എന്ന് തെറ്റിദ്ധരിച്ച് വിളിച്ചതൊക്കെ നമ്മൾ പഠിച്ചു. അതുപോലെ അതേസമയം തന്നെ ഇംഗ്ലണ്ടിലെ മതപീഡനത്തെ തുടർന്ന്, ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് 17-ാം നൂറ്റാണ്ടിൽ മേഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഒരു വിഭാഗം ഇംഗ്ലീഷുകാർ അവിടെ ആദ്യമായിട്ട് കോളനികൾ സ്ഥാപിച്ചു. അവർ തീർത്ഥാടക പിതാക്കൾ എന്നറിയപ്പെടുന്നു. അങ്ങനെ ആ കോളനികൾ സ്ഥാപിക്കപ്പെട്ട് അവിടെ കഴിഞ്ഞുകൂടുന്ന സമയത്താണ് ബ്രിട്ടീഷുകാർ അല്ലെ ബ്രിട്ടീഷുകാർ അവിടെ ഇടപെടുന്നത്. അവിടെ ബ്രിട്ടീഷുകാരുടെ കച്ചവടങ്ങൾ, ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു കമ്പോളമായിട്ടാണ് ഇംഗ്ലീഷുകാർ അമേരിക്കൻ കോളനികളെ കണക്കാക്കുന്നത്. അങ്ങനെ അവരുടെ നമ്മുടെ ബ്രിട്ടൻ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൻ്റെ ഇംഗ്ലണ്ടിൻ്റെ വ്യാപാരങ്ങളൊക്കെ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ആ വ്യാപാരങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും അവരുടെ മേൽക്കോയ്മ അവിടെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ അവിടെ അവതരിപ്പിക്കുന്നുണ്ട് അല്ലേ. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷം നമ്മൾ പറയുന്നത് അവിടെ ഒരു ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ട് അല്ലെ. ബോസ്റ്റൺ ടീ പാർട്ടി അതായത് ഇംഗ്ലീഷ് ഗവൺമെൻറ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നൊരു പ്രക്ഷോഭമാണ്. 1773 ഡിസംബർ 16 ആണ് നടന്നിട്ടുള്ളത് അല്ലെ. ബോസ്റ്റൺ തുറമുഖത്ത് നിർത്തിയിട്ടിരുന്ന ഒരു കപ്പലിൽ കയറി റെഡ് ഇന്ത്യൻസ് എന്ന രീതിയിൽ അവരുടെ വേഷം ധരിച്ചെത്തിയ കുറച്ച് പ്രക്ഷോഭകർ 342 പെട്ടി തേയില കടലിലേക്ക് എറിഞ്ഞതാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത്. അത് പഠിച്ചു നമ്മൾ. പിന്നെ അതോടുകൂടിയാണ് ഇംഗ്ലണ്ടിനെതിരെ അമേരിക്കൻ ജനത ഒരു പ്രക്ഷോഭത്തിലേക്ക് കടക്കുന്നത്. അങ്ങനെ ആ ഒരു പ്രക്ഷോഭം കടുക്കാൻ സഹായിച്ച ചില ചിന്തകരുണ്ട് അല്ലേ. ആ ചിന്തകരിൽ ഒരാളാണ് ജോൺ ലോക്ക് എന്ന് പറയുന്നത്. ജോൺ ലോക്ക് പറയുന്നത് മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ലെന്നാണ്. അതേപോലെ തോമസ് പെയിൻ പറയുന്നത് ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക്, അതായത് ഇംഗ്ലണ്ടിന്, ഈ വെൺകര അതായത് വടക്കേ അമേരിക്ക ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനിയിപ്പം നമുക്ക് പഠിക്കാനുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തായാലും പ്രക്ഷോഭം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കും എതിരെ പ്രതികരിക്കാനായി ജോർജിയ ഒഴികെയുള്ള കോളനികളുടെ പ്രതിനിധികൾ 1774 ഈ വർഷം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 1773 ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടി നടക്കുന്നത്. 1774 ഫിലാഡൽഫിയയിലാണ് ഇവരുടെ ആദ്യത്തെ ഒരു മീറ്റിംഗ് നടക്കുന്നത് കേട്ടോ. ഈ ഒരു വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1774 ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. ഇത് ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്ന് അറിയപ്പെടുന്നു. ഇപ്പോൾ വർഷം ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസിൻ്റെ വർഷം 1774, സമ്മേളിച്ച സ്ഥലം ഫിലാഡൽഫിയ അല്ലേ. അപ്പോൾ എന്താണ് അതിൻ്റെ കാരണങ്ങൾ? മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലേ. ഇനി 13 കോളനികളുണ്ട്, പക്ഷേ അതിൽ ജോർജിയ മാത്രം ഇതിൽ പങ്കെടുത്തില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ജോർജിയയെ നോട്ട് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ജോർജിയ ഒഴികെയുള്ള കോളനികളുടെ പ്രതിനിധികൾ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ജോർജിയ മാത്രമാണ് അതിൽ പങ്കെടുക്കാതിരുന്നത്. അപ്പോൾ ജോർജിയ ഒഴികെയുള്ള കോളനികളുടെ പ്രതിനിധികൾ 1774 ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. ഇത് ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്നു. തുടർന്ന് വ്യവസായങ്ങൾക്കും വ്യാപാരത്തിനും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ നീക്കണമെന്നും തങ്ങളുടെ അംഗീകാരമില്ലാതെ നികുതി ചുമത്തരുതെന്നും തങ്ങളുടെ അംഗീകാരമില്ലാതെ, അത് വടക്കേ അമേരിക്കയിലെ ആ കോളനി അവരാ പറയുന്നത്, തങ്ങളുടെ അംഗീകാരമില്ലാതെ തങ്ങളുടെ മേൽ നികുതി ചുമത്തരുത് അല്ലെ. മറ്റൊരു രാജ്യമല്ലേ വന്ന് നികുതി ചുമത്താൻ ശ്രമിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് ഇങ്ങനെ പറയാമല്ലോ, ഞങ്ങളുടെ അധികാരമില്ലാതെ ഞങ്ങളുടെ മേൽ നികുതി ചുമത്താൻ പാടില്ല, തങ്ങളുടെ അംഗീകാരമില്ലാതെ നികുതി ചുമത്തരുതെന്നും ആവശ്യപ്പെട്ട് കോളനി ജനത ഇംഗ്ലണ്ടിലെ രാജാവിന് നിവേദനം നൽകി. എന്നാൽ രാജാവ് ജനങ്ങളെ അടിച്ചമർത്താനായി സൈന്യത്തെ അയച്ചു. ഇത് ഇംഗ്ലണ്ടും കോളനികളും തമ്മിലുള്ള യുദ്ധത്തിന് വഴിതെളിച്ചു. അങ്ങനെ 1775 ഫിലാഡൽഫിയയിൽ ചേർന്ന രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ജോർജ് വാഷിങ്ടണിനെ കോണ്ടിനെൻ്റൽ സൈന്യത്തിൻ്റെ തലവനായി
നിയമിച്ചു. അപ്പോൾ ഇവിടെ ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടക്കുന്നത് 1774 ഫിലാഡൽഫിയയിൽ വെച്ചിട്ടാണ്. അതേപോലെ രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടക്കുന്നത് 1775 അതേ ഫിലാഡൽഫിയയിൽ വെച്ചിട്ട് തന്നെയാണ്. അവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഈ രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസിൻ്റെ നേതാവായിട്ട് ജോർജ് വാഷിങ്ടണിനെ അവർ സെലക്ട് ചെയ്യുന്നുണ്ട്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. അങ്ങനെ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു പേജിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ ജോർജ് വാഷിങ്ടണിനെ രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസ്സിൽ അവരുടെ നേതാവായിട്ട് തിരഞ്ഞെടുക്കുന്നുണ്ട് അല്ലേ. ഇനി നോക്കുക, ഈ സമയം തോമസ് പെയിൻ, അതേ സമയത്ത് തന്നെയാണ് തോമസ് പെയിൻ തൻ്റെ കോമൺ സെൻസ് എന്ന ലഘുലേഖ, ഇമ്പോർട്ടൻ്റ് ആണ്, അയാളുടെ പേര് ഇമ്പോർട്ടൻ്റ് ആണ്, തോമസ് പെയിൻ കോമൺ സെൻസ് എന്ന ലഘുലേഖയിലൂടെ ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി എന്ന് പ്രഖ്യാപിച്ചു. അപ്പോൾ രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസ്സിൽ ജോർജ് വാഷിങ്ടണിനെ അവരുടെ നേതാവായിട്ട് തിരഞ്ഞെടുത്തു. അതേസമയം തന്നെ തോമസ് പെയിൻ തൻ്റെ കോമൺ സെൻസ് എന്ന ലഘുലേഖയിലൂടെ ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി എന്ന് പ്രഖ്യാപിച്ചു. ഇനി 1776 ജൂലൈ 4 അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ലോകപ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. അപ്പോൾ നോക്കുക, എപ്പോഴാണ്? 1776. അപ്പോൾ 1774 ഒന്നാം ഫിലാഡൽഫിയ കോൺഗ്രസ്, അതുപോലെ 1773 ബോസ്റ്റൺ ടീ പാർട്ടി, 1774 ഒന്നാം ഫിലാഡൽഫിയ കോൺഗ്രസ്, അതേപോലെ 1775 രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസ്. ഇപ്പോൾ 1776 ജൂലൈ 4 അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ലോകപ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി അല്ലേ. അപ്പോൾ അത് എപ്പോഴാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത്? 1776 ജൂലൈ 4. ഇനി തോമസ് ജെഫേഴ്സൺ, അതേപോലെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, ഈ രണ്ട് പേരാണ്. ആരൊക്കെയാണ്? തോമസ് ജെഫേഴ്സൺ അതേപോലെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നിവർ തയ്യാറാക്കിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ ഒരു ഭാഗമാണ് നൽകിയിട്ടുള്ളത്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ആ ഒരു അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം കണ്ട, തോമസ് ജെഫേഴ്സൺ അതേപോലെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നിവർ തയ്യാറാക്കിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ട, ഇവിടെ ഇങ്ങനെ ഒരു കൊട്ടേഷൻ കൊടുത്ത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ എല്ലാ മനുഷ്യരും തുല്യരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, അവരുടെ സൃഷ്ടാവ് എല്ലാവർക്കും ഒഴിവാക്കാനാകാത്ത ചില അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. ജീവിതം, സ്വാതന്ത്ര്യം, ജീവിത സൗഖ്യം എന്നിവയ്ക്കുള്ള അവകാശങ്ങൾ അവയിൽ ഉൾപ്പെടുന്നവയാണ്. ഈ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഭരിക്കപ്പെടുന്നവരുടെ അംഗീകാരം ലഭിച്ച ഭരണകൂടങ്ങൾ രൂപീകരിക്കപ്പെടണം. ഏതെങ്കിലും ഭരണം ഈ ലക്ഷ്യങ്ങളെ നശിപ്പിക്കുന്ന തരത്തിലാവുകയാണെങ്കിൽ അതിനെ മാറ്റുകയോ ഇല്ലാതാക്കുകയോ ചെയ്യാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. അതാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ആ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. അത് പ്രഖ്യാപിച്ചതെന്നാണ് 1776 ജൂലൈ 4 അല്ലേ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് കേട്ടോ. ജൂലൈ 4 ഇനി ഇവിടെ പറയുന്നത് നോക്ക്, സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ ആരംഭിച്ച യുദ്ധം 1781 അവസാനിച്ചു. എപ്പോഴാണ്? 1773 ബോസ്റ്റൺ ടീ പാർട്ടി ആയിട്ട് തുടങ്ങി, അവിടെ തൊട്ട് പ്രക്ഷോഭം ആരംഭിച്ചു അല്ലേ. പിന്നീട് അവർ സമരങ്ങളിലേക്ക് കടന്നു അല്ലേ. പിന്നെ 1781 ആയപ്പോൾ ഏകദേശം അവരുടെ ആ യുദ്ധങ്ങളൊക്കെ അവസാനിച്ചു അല്ലേ. 1781 അവസാനിച്ചിട്ട് 1783 പാരീസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ട് 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു കൊടുത്തു. അപ്പോൾ എപ്പോഴാണ്? 1783 പാരീസ് ഉടമ്പടിയാണ്. പാരീസ് ഉടമ്പടി 1783 പാരീസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ട് 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു. തുടർന്ന് ഫിലാഡൽഫിയയിൽ ചേർന്ന ഭരണഘടനാ സമ്മേളനം ജെയിംസ് മാഡിസൺ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്കയ്ക്കായി ഭരണഘടന തയ്യാറാക്കി കേട്ടോ. ഭരണഘടന തയ്യാറാക്കിയത് ആരാണ്? അമേരിക്കയുടെ ജെയിംസ് മാഡിസൺ. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ജെയിംസ് മാഡിസൺ, അമേരിക്കയുടെ ഭരണഘടന തയ്യാറാക്കിയ വ്യക്തിയുടെ പേരാണ് ജെയിംസ് മാഡിസൺ. പുതിയ ഭരണഘടന പ്രകാരം രൂപീകരിക്കപ്പെട്ട അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റ് ജോർജ് വാഷിങ്ടൺ ആയിരുന്നു. കേട്ടോ. അപ്പോൾ ഇവിടെ 3 പോയിന്റ് ഉണ്ട്. ഒന്ന് പാരീസ് ഉടമ്പടി ഉണ്ട്, 1783 പാരീസ് ഉടമ്പടി കേട്ടോ. അപ്പോൾ 3 പോയിന്റാണ്. ഒന്ന് 1783 പാരീസ് ഉടമ്പടി, അതേപോലെ പാരീസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ട് 13 കോളനിയുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു.
പിന്നെ ഫിലാഡൽഫിയയിൽ ചേർന്ന ഭരണഘടനാ സമ്മേളനത്തിൽ ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്കയ്ക്കായ ഒരു ഭരണഘടന, അപ്പം അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കിയത് ജെയിംസ് മാഡിസൺ. അതേപോലെ അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റ് ആയത് ജോർജ് വാഷിങ്ടൺ. അപ്പോൾ ഇത്രയാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ നമ്മൾ ചോദ്യപേപ്പറുകൾ ചോദ്യം വർക്കൗട്ട് ചെയ്യിക്കുന്നുണ്ട്. ഏത് വീഡിയോ ഇട്ടാലും അതിൻ്റെ വർക്കൗട്ട് ചെയ്യിക്കുന്നുണ്ട് ടെലഗ്രാമിലും വാട്സപ്പിലും ഒക്കെ ആയിട്ട്. അപ്പോൾ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ആ ലിങ്ക് വഴി നിങ്ങൾ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇനി ഇതിൻ്റെ തുടർച്ചയല്ല. ഇപ്പോൾ ഏകദേശം അമേരിക്കൻ വിപ്ലവം നമ്മൾ തീരാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ഒരു പേജിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും പ്രചോദനവും ലക്ഷ്യബോധവും നൽകിയത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകതയാണ് റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചു, അല്ലെ? റിപ്പബ്ലിക്കൻ ഭരണരീതി. അതേപോലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഈ ലിഖിത ഭരണഘടന അമേരിക്കയുടേത്. അതേപോലെ സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകി. അപ്പോൾ നമ്മുടെ ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്തൊക്കെ ഗുണങ്ങളാണ് ലോകത്തിന് നൽകിയത്? നമ്മൾ ലോകചരിത്രമാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ ലോകത്തിന് നൽകിയ ഗുണങ്ങൾ എന്തൊക്കെയാണ്? പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും പ്രചോദനവും ലക്ഷ്യബോധവും നൽകി. പിന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചു. പിന്നെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കി. പിന്നെ സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ സിസ്റ്റം, അല്ലെ, ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകി. ഇത്രയുമാണ് നമ്മുടെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള പോയിന്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഞാനൊന്ന് അത് ചുരുക്കി, ഇപ്പം ഇത്രയും പറഞ്ഞ സാധനങ്ങൾ ഞാനൊന്ന് ചുരുക്കി നിങ്ങൾക്ക് പറയാം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളുക. അപ്പോൾ ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ആണ് ഇന്ന് ആദ്യം നമ്മൾ പഠിച്ചു തുടങ്ങിയതല്ലേ, ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. അത് മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കാനായി കോളനികളുടെ പ്രതിനിധികൾ ചേർന്ന സമ്മേളനം അറിയപ്പെടുന്നത് ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്നാണ്. അത് 1774 ഫിലാഡൽഫിയയിലാണ് നടന്നിട്ടുള്ളത്, അല്ലെ, ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. ഇനി ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്ന സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ ഫിലാഡൽഫിയ, അല്ലെ. ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസിൽ പങ്കെടുക്കാതിരുന്ന ഏക കോളനി ഏതാണ്? ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസിൽ പങ്കെടുക്കാതിരുന്ന ഏക കോളനി എന്ന് പറയുന്നത് ജോർജിയ, അല്ലെ. അപ്പോൾ ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. ഇനി വ്യവസായങ്ങൾക്കും വ്യാപാരത്തിനും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ നീക്കണമെന്നും തങ്ങളുടെ അംഗീകാരമില്ലാതെ നികുതി ചുമത്തരുതെന്നും ആവശ്യപ്പെട്ട് കോളനി ജനത നിവേദനം നൽകിയത് ഇംഗ്ലണ്ടിലെ രാജാവിനാണ് അങ്ങനെ ഒരു നിവേദനം അവർ കൊടുത്തിട്ടുള്ളത്, ഇംഗ്ലണ്ട് രാജാവിന്. ഇനി അടുത്തത് രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്ന വർഷം, അല്ലെ, രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്ന വർഷം എന്നാണ്. അത് 1775 1775 രണ്ടാം കോൺഗ്രസ് നടന്ന സ്ഥലം എന്ന് പറയുന്നത് ഫിലാഡൽഫിയ, അല്ലെ. ഇതിൽ ആരെയാണ് സൈന്യത്തിന്റെ തലവനായിട്ട് തിരഞ്ഞെടുത്തത്? രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനത്തിൽ കോണ്ടിനെൻ്റൽ സൈന്യത്തിന്റെ തലവനായി തിരഞ്ഞെടുത്തത് നമ്മുടെ ജോർജ് വാഷിങ്ടണിനെയാണ്, അല്ലെ. തലവനായിട്ട് തിരഞ്ഞെടുത്തത് ജോർജ് വാഷിങ്ടൺ. ഇനിയിപ്പോൾ അടുത്ത ഒരു ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ പഠിക്കുന്നത് കോമൺ സെൻസ്, അല്ലെ. കോമൺ സെൻസ് എന്ന ലഘുലേഖ, അതുകൊണ്ട് കോമൺ സെൻസ് എന്ന ലഘുലേഖ അതാരാണ്? അത് തോമസ് പെയിനാണ് കോമൺ സെൻസ് എന്ന ലഘുലേഖ ഇറക്കിയത്. ആ ലഘുലേഖയിൽ പറയുന്നത് എന്താണ്? ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ ഒരു പ്രവൃത്തി എന്ന് അതിൽ പറയുന്നുണ്ട്. അതിനുശേഷം പറയുന്നത് സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തെക്കുറിച്ചിട്ടാണ്, അല്ലെ. അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് എന്ന്. അതെന്നാണ്? 1776 ജൂലൈ 4 അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് 1776 ജൂലൈ 4 അല്ലെ, ജൂലൈ 4. ഇനി സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത് ആരൊക്കെയാണ്? തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും ചേർന്നിട്ടാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കി. ഇതാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്ന് പറയുന്നത്, അല്ലേ. അതുപോലെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ ആരംഭിച്ച യുദ്ധം അവസാനിച്ചത് 1781
അതേപോലെ പാരീസ് ഉടമ്പടി അത് 1783 പാരീസ് ഉടമ്പടി. ഇംഗ്ലണ്ട് 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ച ഉടമ്പടിയാണ് ഈ പാരീസ് ഉടമ്പടി എന്നറിയപ്പെടുന്നത്. 1783 അമേരിക്കൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയ ആളുടെ പേരാണ് ജെയിംസ് മാഡിസൺ എന്ന് പറയുന്നത്. ജെയിംസ് മാഡിസൺ. അമേരിക്കൻ ഭരണഘടനാ സമ്മേളനം ചേർന്നതും ഫിലാഡൽഫിയയിൽ തന്നെയാണ്, അല്ലേ? ഫിലാഡൽഫിയയിൽ അമേരിക്കൻ ഭരണഘടനാ സമ്മേളനവും ചേർന്നത് ഫിലാഡൽഫിയയിൽ തന്നെയാണ്. ഭരണഘടനാ സമ്മേളനവും ചേർന്നത്. അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യത്തെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്നത് ജോർജ് വാഷിങ്ടൺ ആണ് ആദ്യ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. പിന്നെ റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം, അല്ലേ? റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചത് അമേരിക്കൻ വിപ്ലവമാണ്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്, അല്ലേ? ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കിയത് അമേരിക്കയാണ്, അല്ലെ? സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകിയത്, അല്ലെ? ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകിയത് അമേരിക്കയാണ്. അപ്പോൾ ഇത്രയുമാണ് അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവും പഠിച്ചു. ഇനി അടുത്തത് ഫ്രഞ്ച് വിപ്ലവമാണ്. അത് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. താങ്ക്